നമസ്കാരം. അന്നൂസ് കിച്ചൻ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു നോൺ വെജ് ആയിട്ടാണ്. നമ്മൾ നോൺ വെജ് ഐറ്റം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ മൈൻഡിൽ വരിക ചിക്കൻ അല്ലേ? അതെ, ഞാൻ ഇന്നൊരു ചിക്കൻ റെസിപ്പി ആക്കാൻ പോകുന്നത് എന്താന്ന് ഞാൻ പേര് പറഞ്ഞില്ല. നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഈ ചിക്കൻ കറി കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നു? ഒരു പച്ചക്കറി തോട്ടത്തിലേക്ക് നോക്കുന്ന പോലെ ഉണ്ടോ? ഏകദേശം എല്ലാ വെജിറ്റബിൾസും കാണുന്നുണ്ടാവില്ലേ? എല്ലാം ഇല്ല കേട്ടോ. ക്യാരറ്റും ഉരുളക്കിഴങ്ങും എന്തായാലും ഉണ്ട്. അതിൻ്റെ കൂടെ അറിയാലോ, ചിക്കൻ കറിക്ക് വേണ്ടുന്ന തക്കാളി ഉള്ളി എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ചിക്കൻ കറീൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിലാക്കാൻ പറ്റുന്ന ചിക്കൻ കറിയാണ്. അതുമാത്രമല്ല, ചിക്കൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവാണെങ്കിലും നമുക്ക് ഈ ചിക്കൻ കറി ആക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു കടായി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അത് ചൂടായി വന്നപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഞാൻ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓയിലിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ പറയുന്നില്ല, എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഓയിൽ ചൂടായി വരെ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ചൂടായതിനു ശേഷം ഞാൻ എന്താ ആഡ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതെ, ഉള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഉള്ളി ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കുക വേണ്ടത്. ഞാനിവിടെ 3 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് നീളത്തിൽ നേർങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി ഫസ്റ്റ്. അപ്പോൾ ഉള്ളി നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഇനി ഇതിനകത്തേക്ക് ഞാൻ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 4 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നേർങ്ങനെ കട്ട് ചെയ്തിട്ട് നീളത്തിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ചേർത്തതിന് ശേഷം ഇതും ഈ ഉള്ളിയും കൂടി നന്നായി ഇതുപോലെ മിക്സ് ചെയ്തിട്ട് വഴറ്റിയെടുക്കാം നമുക്ക്. ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇനി കുരുമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് ഞാൻ പൊടിയല്ല കേട്ടോ ചേർക്കുന്നത്, കുരു തന്നെയാണ് ചേർത്തിട്ടുള്ളത്. കുരുമുളകും നമുക്ക് ഒരു 2 പിഞ്ചിൻ്റെ അളവിൽ മഞ്ഞൾ പൊടിയും ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണിൻ്റെ അളവിൽ മല്ലിപ്പൊടിയും അതേപോലെ 2 ടീസ്പൂണിൻ്റെ അളവിൽ ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ എടുത്തിട്ടുള്ള ചിക്കൻ മസാല ഈസ്റ്റേണിൻ്റെ ആട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിക്കൻ മസാല എടുക്കാം, അല്ലെങ്കിൽ ഹോം മെയ്ഡ് ചിക്കൻ മസാലയും എടുക്കാം. എടുത്തതിന് ശേഷം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. നന്നായി മിക്സ് ചെയ്ത് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ അകത്തേക്ക് 1/4 ടീസ്പൂണിൻ്റെ അളവിൽ പെരുംജീരകമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഞാൻ 1 സ്റ്റാർ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ടല്ല, പൊട്ടിച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ആ ഒരു ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടിയിട്ട് കേട്ടോ. ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കുക ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 3 ചെറിയ ഉരുളക്കിഴങ്ങാണ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ക്യാരറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 ക്യാരറ്റ് എടുത്തിട്ടുള്ളത്. അതും വലിയ ലെങ്ത് ഇല്ലാണ്ട് മീഡിയം പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ആഡ് ചെയ്തതിന് ശേഷം എല്ലാം കൂടി നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. അപ്പം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിനകത്തേക്ക് ചിക്കനാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മഞ്ഞളും ഉപ്പും ഇട്ട വെള്ളത്തിൽ കഴുകിയ ചിക്കനാണ്, അല്ലാണ്ട് മാരിനേറ്റ് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ചിക്കൻ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കളർ കേട്ടോ. ചിക്കൻ വളരെ കുറവ് ക്വാണ്ടിറ്റിയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചിക്കൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞതാണെങ്കിൽ നമുക്കൊരു ചിക്കൻ കറി വെക്കാൻ കഴിയും ഈ ഒരു റെസിപ്പിയിലൂടെ. അപ്പോൾ ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം ഇനി എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ എൻ്റെ പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് വീണ്ടും ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത് നന്നായിട്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കുക വേണ്ടുന്നത്. അതായത് മൂടി വെച്ചിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. ചൂടാക്കി എടുത്തതിന് ശേഷം മൂടി ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റിന് ശേഷം 15 മിനിറ്റ് വരെ ഞാൻ വെച്ചിട്ടില്ല കേട്ടോ. നമുക്ക് മൂടി ഓപ്പൺ ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ കേട്ടോ ഫ്ലെയിം വേണ്ടുന്നത്. അപ്പോൾ മൂടി ഓപ്പൺ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് 2 ഗ്ലാസിൻ്റെ അളവിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഒരു ലൈറ്റ് ചൂട് വെള്ളം കേട്ടോ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പം ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം 2 തണ്ടിൻ്റെ അളവിൽ കരിവേപ്പില വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഒരു 7 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ ചൂടാക്കി എടുക്കുക ചെയ്യുന്നത്. 7 മിനിറ്റേ ചൂടാക്കുന്നുള്ളൂ, അതും ഫുൾ ഫ്ലെയിമിൽ. നേരത്തെ നമ്മൾ 10 മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ, 15 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ നമുക്ക് ചൂടാക്കി എടുത്തതിന് ശേഷം മൂടി ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയെടുക്കാം.
ചൂടാക്കി എടുത്തതിന് ശേഷം ഞാൻ ഇവിടെ ഒരു സ്പാച്ചില വെച്ചിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചു കൊടുക്കുക ചെയ്യുന്നത്. എല്ലാ ഉരുളക്കിഴങ്ങും ഒന്ന് നമുക്ക് ഉടച്ചെടുക്കാം ഇതിനകത്തുള്ള, കാരണം അതൊരു ഗ്രേവിക്ക് ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം എല്ലാം ഉടച്ചു കൊടുക്കുന്നില്ലെങ്കിൽ ഒരു അത്യാവശ്യം ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഉടച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ 1 ഗ്ലാസിൻ്റെ അളവിൽ 1-ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1-ാം പാലെന്ന് പറയുമ്പോൾ നമ്മൾ തേങ്ങാപ്പാലിൻ്റെ 1-ാം പാല് ഞാൻ ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത്. ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. 5 മിനിറ്റിന് ശേഷം മൂടി തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ 1 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതും കോക്കനട്ട് ഓയിൽ ആണെങ്കിൽ അത്രയും ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊരു സെർവിങ് പോട്ടിലേക്കോ അല്ലെങ്കിൽ സെർവിങ് പ്ലേറ്റിലേക്കോ മാറ്റി കൊടുക്കാം. നമ്മൾ ഈസി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ 2-3 കഷ്ണമാണെങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് ചിക്കൻ കറി ആക്കിക്കൂടെ? എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ റെസിപ്പി എന്ന് പറയാൻ മറന്നു പോകരുതേ കമൻറ്റിൽ. അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അപ്പോഴേ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസിൽ അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പൊ വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളി നോൺ വെജ് റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമന്റിൽ പറയാൻ മറന്നു പോകരുത് കേട്ടോ. അതുപോലെ എൻ്റെ ഇങ്ങനത്തെ വെറൈറ്റി ഓഫ് റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നും പറയണം കേട്ടോ. നിങ്ങൾക്ക് ഏത് വീഡിയോസ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? കുക്കിംഗ് വീഡിയോസ് ആണോ അതോ വ്ളോഗിംഗ് വീഡിയോസ് ആണോ? അതും കമന്റിൽ പറയണേ. അപ്പൊ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ. അപ്പോഴേ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് എല്ലാം അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പൊ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണുന്നവരെ